മലബാർ മേഖലയിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ വർഗീയത പറയുന്നത്? അവിടെ ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് നിങ്ങൾ കൊന്നൊടുക്കിയിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ പിണറായി വിജയൻ അദ്ദേഹമല്ലേ പറഞ്ഞത് മാഷ അള്ള എന്ന സ്റ്റിക്കർ പതിച്ച ഇന്നോവ വന്നിട്ടാണ് ടി.പി. ചന്ദ്രശേഖരനെ കൊന്നതെന്ന്? ആ വാർത്തയുടെ ചുവട് പിടിച്ചുകൊണ്ട് കൈരളി വാർത്ത കൊടുത്തില്ലേ ഇസ്ലാമിക തീവ്രവാദികളാണ് ടി.പി. ചന്ദ്രശേഖരനെ കൊന്നതെന്ന്? അതെന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയോ? തലശ്ശേരിയിൽ ഫസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ആ പെരുന്നാൾ ദിനത്തിൽ കൊല്ലപ്പെട്ട ഫസലിന്റെ ചോര പുരണ്ട തുണി, ആ തുണി കൊണ്ട് നിങ്ങൾ RSS കാര്യാലയത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം കാരായി രാജൻ, ആരാ കാരായി രാജൻ? ഇവിടെ മത്സരിച്ച വടകരയിൽ മത്സരിച്ച KK ശൈലജ എന്ന് പറയുന്ന ബഹുമാനിയായ സ്ഥാനാർത്ഥിയുടെ മകന്റെ ഭാര്യാപിതാവ് ആ കാരായി രാജൻ ആ വീട്ടിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇത് ഹൈന്ദവ തീവ്രവാദികളാണ് ഈ കൊലയ്ക്ക് പിന്നിൽ, ആരും ആയുധമെടുക്കാൻ പാടില്ല എന്ന്. പിന്നീട് എന്താ ശ്രീ PG സംഭവിച്ചത്? ഈ പറഞ്ഞ കാരായി രാജൻ ഫസൽ വധക്കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശനമില്ലാത്ത